നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങ് ഇടുക്കി ഡാമിനെ നോക്കി നിൽക്കുന്ന നമ്മുടെ സ്വന്തം നീലക്കുറിഞ്ഞി. 11-14 വർഷങ്ങൾക്ക് ശേഷമൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞ നീലക്കുറിഞ്ഞി കാണാൻ നമ്മളിതാ കട്ടപ്പന കുരിശുമലയിൽ വന്നിരിക്കുകയാണ്. കല്യാണത്തണ്ടെന്നൊക്കെ പറയുന്ന മനോഹരമായ സ്ഥലം. നമ്മളോടൊപ്പം ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഈ കല്യാണത്തണ്ട് അല്ലെങ്കിൽ ഇടുക്കി കുരിശുമല, കട്ടപ്പന കുരിശുമല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഈ സ്ഥലത്തൂടെ നടന്ന് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ മേലോട്ട് പോകണം. അവിടെ മനോഹരമായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് രസത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ദൂരെ നോക്കിയാൽ നമുക്ക് സഹ്യനെ കാണാൻ സാധിക്കും. അപ്പുറം സഹ്യനാണെങ്കിൽ ഇപ്പുറം എന്തായിരിക്കും? ഇത് കേരളമാണ് കേട്ടോ. ദൂരെ നോക്കിയാൽ അവിടെ കുറവനും കുറത്തിയും മലയും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന മനോഹരമായ സ്ഥലം. കുറച്ചുകൂടി അടുത്ത് നോക്കിയാൽ അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവെയറാണ്. വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് കിടക്കുന്ന ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ റിസർവെയർ. ആ റിസർവെയർ നിറയെ വെള്ളമാണ്. അതെ, റിസർവെയർ വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അതേ, റിസർവെയർ നിറച്ച് വെള്ളമാണ്. അതെ, റിസർവെയർ നിറച്ചുള്ള വെള്ളം നമുക്ക് എപ്പം വന്നാലും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ നീലക്കുറിഞ്ഞിയുടെ ആ ഒരു സൗന്ദര്യം കാണാനാണല്ലോ നമ്മളിപ്പോൾ വന്നത്. അങ്ങനെ നമുക്ക് നീലക്കുറിഞ്ഞിയിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നീലക്കുറിഞ്ഞി കാണാൻ വരുന്നുണ്ട്. ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ. ഞാൻ വന്നത് ഒരു അവധി ദിവസമല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ആളുകളുടെ കുറവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നീലക്കുറിഞ്ഞിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഒരു മല മുഴുവൻ ഇങ്ങനെ പൂത്ത് കായ്ച്ച് മല മുഴുവൻ ഇങ്ങനെ നീലിച്ച് കിടക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു വലിയ ഹെലികോപ്റ്റർ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനോഹരമായ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം വലിയ മനോഹരമായ ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാമറകളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ കുറിഞ്ഞിയുടെ മുകളിൽ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ കുറിഞ്ഞിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറിഞ്ഞി മനോഹരമായിട്ട് ഇങ്ങനെ പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ്. കുറിഞ്ഞിയുടെ ഒരു സൗന്ദര്യം വളരെ മനോഹരമാണ്. ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തവരായിട്ട് ആരുണ്ട്? നമ്മുടെ കേരളത്തിന് മാത്രം, ഇടുക്കിക്ക് മാത്രമൊക്കെ ഉള്ളൊരു വലിയ സൗഭാഗ്യമാണല്ലോ ഈ കുറിഞ്ഞികൾ. അപ്പോൾ നമുക്ക് കുറിഞ്ഞി പലതരമുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്നാറിൽ പോയപ്പോൾ വേറൊരു തരം കുറിഞ്ഞി കണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു തരം കുറിഞ്ഞിയുണ്ട്, ഈ തരം കുറിഞ്ഞിയുണ്ട്. ഓരോ തരം കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞികൾ. കുറിഞ്ഞിയുടെ മനോഹാരിതയിൽ ഇടുക്കി ഡാം. എന്ത് സുന്ദരമാണ് ഈ കാഴ്ച, എന്ത് മനോഹരമാണ് ഈ കാഴ്ച. ഇടുക്കിയിലെ ഈ മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇപ്പോൾ കട്ടപ്പന വന്നാൽ മതി കേട്ടോ. കട്ടപ്പനയിൽ സുന്ദരമായ ഈ ഒരു തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമായി പോയില്ലേ. തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് വളർത്തുന്നതല്ലേ. ഇത് ദൈവം നമുക്ക് തന്ന ഒരു തോട്ടമാണ് കേട്ടോ. ഈ സുന്ദരമായ നീലക്കാടുകളെ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, നീല കാടുകളും നീലാകാശവും ചുവന്ന ഭൂമിയും. ഇവിടെ ഞങ്ങൾക്ക് നീലാകാശം മാത്രമല്ല, ഞങ്ങളുടെ മലകളും ഇപ്പം നീലാകാശമാണ്. അങ്ങനെ പച്ച മലകളും നീല ആകാശങ്ങളും. ഇതാ നോക്കൂ, എത്ര മനോഹരമാണ് ഈ കുറിഞ്ഞികൾ. അങ്ങനെ ഓരോരോ കുറിഞ്ഞി ഓരോരോ സെറ്റ് വിരിയുന്നു, പോകുന്നു, ഓരോരോ സ്ഥലവും ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുന്നു. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലല്ലാതെ വേറെ എവിടെ സാധിക്കും? മൂന്നാറിൻ്റെ സ്വന്തം കുറിഞ്ഞികൾ ഇപ്പോൾ കട്ടപ്പന വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കട്ടപ്പന മലയുടെ മുകളിലാണ് ഇപ്പോഴത്തെ ഈ കുറിഞ്ഞി. അങ്ങനെ ഇടുക്കി മുഴുവനായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. മൂന്നാർ പഞ്ചായത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ലടാ ഞാൻ വരുന്നത് എന്ന് പറയാൻ സാധിക്കും. മൂന്നാർ പഞ്ചായത്തുകാർക്കൊരു വിചാരമുണ്ട്, മൂന്നാർ പഞ്ചായത്തുകാർക്ക് വേണ്ടി മാത്രമാണ് ഈ കുറിഞ്ഞി പൂക്കുന്നതെന്ന്. മൂന്നാർ പഞ്ചായത്തോ സൂര്യനെല്ലി പഞ്ചായത്തോ ഒന്നും അല്ല. ഇപ്പം ദാണ്ടെ ഇവിടെ കട്ടപ്പനയ്ക്ക് അടുത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുന്ദരമായ ഈ റിസർവെയറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ കുറിഞ്ഞിത്തോട്ടം കാണുമ്പോൾ എന്ത് മനോഹരമാണ്. അപ്പുറത്തെ മലകൾ, മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും ഫുൾ പച്ചപ്പിൽ ഇങ്ങനെ എന്ത് സുന്ദരമായി കിടക്കുന്നു. പ്രകൃതിയുടെ രൗദ്രഭാവം കാണണമെങ്കിൽ നമ്മൾ വയനാട്ടിലേക്ക് നോക്കിയാൽ മതി. അതുപോലെ ഈ മലയ്ക്കും സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ മല ശാന്തമാണ്, സുന്ദരമാണ്. ഇടുക്കി ഡാമിൻ്റെ റിസർവെയറാണ്. ഈ വെള്ളം മുഴുവൻ ഇടുക്കി ഡാമിലെ വെള്ളമാണ്. മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടിയാൽ ഈ ഡാമിനകത്തോട്ട് വെള്ളം വരും. ഈ വെള്ളം ഓവർഫ്ലോ ആയിട്ട് നേരെ പോയി ഇടുക്കി ഡാം പൊട്ടിക്കും. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അത് ഈ ഡാമാണ് കേട്ടോ. അങ്ങനെ മുല്ലപ്പെരിയാറും
അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. ഒരാഴ്ച 2 ആഴ്ച ഒന്നുമല്ല, കുറച്ച് നാളുകൾ നമുക്ക് ഈ കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ സാധിക്കും. എന്ത് സുന്ദരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ എന്തോ? ഒരു ചിത്രശലഭം ഈ കുറിഞ്ഞിപ്പൂക്കളിൽ നിന്നും തേൻ നുകരുന്നു. എപ്പോഴും കഴിയുന്ന കാര്യമല്ലല്ലോ, വല്ലപ്പോഴും മാത്രം കഴിയുന്ന കാര്യമാണ്. ഈ ചിത്രശലഭത്തിൻ്റെ ജീവിതത്തിൽ ഇനി അവന് കുറിഞ്ഞിപ്പൂക്കളിൽ നിന്നും തേൻ നുകരാൻ സാധിക്കുമോ എന്നറിയില്ല. ഞാൻ എത്ര മഹാനായിട്ടിങ്ങനെ പൂവായിട്ട് നിന്നാലും കുമാരനാശാൻ പറഞ്ഞതുപോലെ, ഹേ പുഷ്പമേ, നീ ഇങ്ങനെ അധിക തുങ്കപഥത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ താഴെ വീഴുമെന്നുള്ള ഒരു ഓർമ്മ നിനക്ക് വേണ്ടേ? ആ ഓർമ്മയോടുകൂടിയാണ് ജീവിക്കാൻ. അതെ, കുറിഞ്ഞി കാണാൻ ഒരുപാട് പേര് വരും. 12 വർഷത്തിലൊരിക്കലൊക്കെ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, വീണാൽ പോയി, എല്ലാം പോയി. നമ്മുടെ സ്നേഹങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചിലരെയൊക്കെ ഒരുപാട് സ്നേഹിക്കും, ഒരുപാട് ചേർത്ത് നിർത്താൻ ശ്രമിക്കും. പക്ഷെ ചിലപ്പോഴുണ്ടല്ലോ, നമുക്ക് അത് പറ്റാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കത് പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, പക്ഷെ നമ്മളെ തന്നെ വിട്ടുപോകുമെന്നുള്ള സ്റ്റേജിലേക്കാവുമ്പോൾ ചിലതൊക്കെ നമ്മൾ മറന്നു പോകും. അതുപോലെയാണ് ഈ പൂക്കൾക്ക് ഇവരെ കൂടെ നിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ കൂടെ നിർത്തും? പോയില്ലേ. ഞാനും നശിക്കും, നീയും നശിക്കും. എന്നാൽ നീ ഇന്ന് നശിക്കും, പിന്നെ ഞാൻ നശിക്കാമെന്നുള്ള ഒരു സെറ്റപ്പാണത്. അങ്ങനെ കുറിഞ്ഞിപ്പൂവിൻ്റെ മുകളിലേക്ക് നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. എത്ര മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്, എത്ര സുന്ദരമാണ് കേട്ടോ ഈ ഒരു മലമടക്ക്. ഇങ്ങനെ കുറിഞ്ഞിപ്പൂവിൻ്റെ മലമടക്ക്, കുറിഞ്ഞിപ്പൂവിൻ്റെ സന്തോഷം. ഈ ഓണക്കാലത്ത് നമുക്ക് ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് കുറിഞ്ഞി കാണട്ടെ, കുറിഞ്ഞിയുടെ ഒരു സന്തോഷം അനുഭവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തരം കുറിഞ്ഞിയുണ്ട്. ഈ കുറിഞ്ഞി താണ്ട് ഇങ്ങനെയാണ്. അതിൻ്റെ മൂട് മുതൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്നു, പെട്ടെന്ന് പോകുന്ന ഒരു ഷെർബ്. ചില കുറിഞ്ഞികൾ ഇങ്ങനെ നല്ല കട്ടി മരത്തിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉള്ള കുറിഞ്ഞികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുറിഞ്ഞിപ്പൂക്കൾ ഇങ്ങനെയാണ്. ഒരു മരത്തിനകത്ത് ഒരു മരമല്ല, ഒരു ചെടിക്കകത്ത് ഒരുപാട് മൊട്ടുകൾ വന്ന് ഓരോ പൂക്കളായി ഇങ്ങനെ പൂത്ത് വരുന്നു. ഒരു തണ്ടിൽ ഒരു 4-5 പൂക്കൾ ഒരു സമയത്ത് കാണാം, മൊട്ടുകൾ കാണാം. നാളെ വിരിയണ്ടേ, അതിനുള്ള മൊട്ടുകളുമുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് താണ്ടി കുറിഞ്ഞിപ്പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്ത് സുന്ദരമായ കാഴ്ചകളാണ്. ആ കുറിഞ്ഞി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ആ മൊട്ടുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ഈ മലയും ഈ റിസർവയറും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് ഈ മലയും ഈ റിസർവയറും ഒക്കെ ഉള്ളത്. എന്ത് രസമാണ് കാണാൻ, എന്ത് രസമുണ്ട് ഈ കാഴ്ചകൾ. അത്ര മനോഹരമാണ് ഈ കാട്ടിനകത്ത്, ഈ പെരിയാറിൻ്റെ തീരത്ത് ഈ കുറിഞ്ഞികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ. കുറിഞ്ഞികൾ മാത്രമല്ല കേട്ടോ, ഈ മലയുടെ ഒരു സൗന്ദര്യം, ഡാമിൻ്റെ ഒരു സൗന്ദര്യം, അതൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. അത് കാണണമെങ്കിൽ ഈ കാട്ടിനകത്തൂടെ കുറച്ച് നടക്കണം. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴും ഈ ഡാമിൻ്റെ സൈഡിൽ നിന്നും ഈ മലയുടെ മുകളിൽ നിന്നും ഈ കുറിഞ്ഞിപ്പൂക്കളെ കാണാൻ ആത്മാവിനുമൊക്കെ ഒരുപാട് രസമുള്ളൊരു സംഭവമാണ്. എത്ര മനോഹരമാണ് ഈ കുറിഞ്ഞിപ്പൂക്കൾ, എത്ര സുന്ദരമാണ് ഈ കുറിഞ്ഞിപ്പൂക്കൾ. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കുറിഞ്ഞിപ്പൂക്കളൊക്കെ മാറി അതിൻ്റെ മൊട്ട് മാത്രമായിട്ട് കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ അതെല്ലാം മാറിയിട്ട് നല്ല മനോഹരമായ പൂക്കൾ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരോ മലകളൊക്കെ ഇങ്ങനെ തീർത്ത് വരികയാണ് നമ്മുടെ കുറിഞ്ഞി. എല്ലാം കൂടെ ഒരുമിച്ച് പൂത്തിരുന്നെങ്കിൽ നമുക്ക് കാണാൻ കുറേ കൂടെ മനോഹരമായിരുന്നേനെ. ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ കുറിഞ്ഞിയുടെ വേറൊരു ലോകം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഏരിയ തിരിച്ചാണ് ഇപ്പോൾ കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ വന്ന് നോക്കിയാൽ നമുക്ക് ആ കുറിഞ്ഞിയുടെ ഒരു സൗന്ദര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പെരിയാറിൻ്റെ കരയിലുള്ള സുന്ദരമായ കുറിഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോകളൊക്കെ കണ്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പാവങ്ങളാടേ, നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പുതിയ വീഡിയോകളിലൊക്കെ കാണാൻ നമുക്കൊരു സന്തോഷമില്ലേ. അങ്ങനെ ഈ തേയിലക്കാടുകളുടെ ഇടയിലൂടെ നമ്മൾ പോയി കുറിഞ്ഞിപ്പൂക്കളെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. കാശ് കൊടുക്കുക, കയറുക, കാണുക, സന്തോഷിക്കുക.